രാവിലെ 7 മണിയോടെ തിക്കോടി പാലൂർ ബസ് സ്റ്റോപ്പിന് മുന്നിലായിരുന്നു അപകടം. മുക്കം ക്രഷർ യൂണിറ്റിൽ നിന്ന് അമിത വേഗതയിൽ വന്നിരുന്ന ടിപ്പർ ലോറി കൊയിലാണ്ടി കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പേരാണ് ഉണ്ടായിരുന്നത്. ഫാത്തിമത്ത് നൌഫയുടെ മകളായ അസ്നാസ് ഷെറിനും സുമയ്യയുടെ മകനായ അദ്നാനുമാണ് മരിച്ചത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ തന്നെ കുട്ടികൾ മരിച്ചിരുന്നു. മറ്റു കുട്ടികളായ ഷെഹ്റിൻ, ദന ഫാത്തിമ, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. നൌഫിയയ്ക്കും സുമയ്യയ്ക്കും പുറമെ കാറോടിച്ചിരുന്ന ഇവരുടെ സഹോദരൻ നൌഷാദിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിലൊരു നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് മിക്കവാറും ഒരു അപകടം കഴിഞ്ഞ അസമയത്ത് കുറച്ച് ചെക്കിങ് കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കൊണ്ടിരിക്കുക. വടകര താഴെയങ്ങാടിയിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു കൊയിലാണ്ടിയിലേക്ക് പോവുകയായിരുന്നു. കുട്ടികളെ മർക്കസ് സ്കൂളിലാക്കി വീട്ടിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പാലൂരിലെത്തിയപ്പോഴാണ് ടിപ്പർ ലോറി ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലെ മുഴുവൻ മെറ്റലും കാറിന് മുകളിലേക്കും വീണു. മാതൃഭൂമി ന്യൂസ്, വടകര.